ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും കുക്ക് ടേസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജിലേബിയാണ്. അതായത് ജാങ്കറി എന്ന് പറയും, ജലപ്പി എന്ന് പറയും, ജിലേബി എന്ന് പറയും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഗുണ്ടുമണി ജിലേബിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്തിരി ക്രിസ്പി ആയിട്ടുള്ള ജിലേബി അല്ല. ക്രിസ്പി ആണെങ്കിൽ അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ജിലേബി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടത് 1/2 കപ്പാണ്. പിന്നെ ഇതാ 1/4 കപ്പ് കൂടി ഇട്ടാൽ 1/4 കപ്പായി. ഇനി ഇതുപോലത്തെ മെഷറിംഗ് കപ്പ് ഇല്ല എങ്കിൽ ഒരു കുഴപ്പമില്ല. സാധാരണ ചായ കുടിക്കുന്ന മഗ്ഗില്ലേ, കോഫി മഗ്ഗോ ടീ മഗ്ഗോ എടുത്താൽ മതി. അതിൽ ഒരു 1/4 കപ്പ് അളന്നെടുത്താൽ മതി. സാധാരണ ഒരു കപ്പൊക്കെ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ചിലപ്പോൾ ഇത്തിരി അധികമായിട്ട് മാവ് വരാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരും. അപ്പോൾ അത്രയും ഉഴുന്ന് വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് പറഞ്ഞത്. ഇനി ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 8-10 പ്രാവശ്യം വെള്ളം തെളിയണ വരെ കഴുകിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം. മിനിമം 4 മണിക്കൂറാണ്, അതിനേക്കാളും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതായത് ഏകദേശം 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഊറ്റിയെടുത്തിട്ട് വരാം. ഊറ്റിയെടുത്തിട്ട് ഈ വെള്ളം ഉപയോഗിക്കണമെന്നില്ല, അത് നമുക്ക് കളയാം. ഫ്രഷ് വെള്ളം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറുണ്ടെങ്കിൽ അതിലാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ജാറിനെക്കാട്ടിലൊരു പൊടിക്ക് വലുത് എൻ്റെ കയ്യിലുണ്ട്. എന്നുവെച്ചാൽ അത് വലുതുമല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ജാറാണ്. അതിൽ 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചായിട്ട് നിർത്തി വേണം അരയ്ക്കാനായിട്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അരച്ച് കൊടുക്കരുത്. പിന്നെ മാത്രമല്ല അതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. ടീസ്പൂൺ ആയിട്ട് തന്നെ ചേർക്കണം. അപ്പോൾ അത് ചേർക്കുന്നതിന് മുൻപ് നമുക്ക് 2 ആൾക്കാരെ കൂടെ ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ ചേർക്കണത് 1.5 ടീസ്പൂൺ കോൺഫ്ലോറാണ്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടി തന്നെ അതേ അളവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1-2 പ്രാവശ്യം വെള്ളം ഒഴിക്കാതെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഉഴുന്നൊക്കെ തട്ടിയിട്ടിട്ട് നമുക്കിത് 2-3 പ്രാവശ്യം 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ലെഫ്റ്റിലേക്കാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്, റൈറ്റിലേക്കല്ല. അതായത് വിപ്പ് ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലേക്കാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ റൈറ്റിലേക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിർത്തി ചെയ്യണമെന്നേ ഉള്ളൂ. അരക്കാനായിട്ട് എളുപ്പത്തിന് വലത്തോട്ട് തിരിച്ചൊക്കെ കൊടുക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അരച്ച് കൊടുക്കരുത്. ഇടയ്ക്കൊന്ന് നിർത്തുക, പിന്നെ വീണ്ടും അങ്ങനെ അരച്ചരച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം 6 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്, നല്ല ക്രീമി ആയിട്ട്. അതായത് നമ്മൾ ഐസ്ക്രീമൊക്കെ ഏകദേശം മെൽട്ടായിട്ടുള്ള ആ ഒരു പരുവുണ്ടല്ലോ, അതുപോലെ വേണം കിട്ടാനായിട്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അവസാനം വെള്ളം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതേ ജാറിൽ നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും 1.5 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കണം. മാത്രമല്ല അതിലേക്ക് ഞാൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ഡ്രോപ്പ് യെല്ലോ കളറും 1 ഡ്രോപ്പ് റെഡ് കളറും, ചെറിയൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കളർ ചേർത്തില്ല എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കളർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നമ്മൾ വേറെ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ചേർത്താലും മതി. പക്ഷേ രണ്ടും കൂടി ഒരു റെഡിഷ് ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത്. എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ ഇല്ല. അപ്പോൾ ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള കളർ ആയതുകൊണ്ട് ഞാനിതേ യൂസ് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ജെൽ കളർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല, നമ്മൾ നേരത്തെ ബാറ്റർ അരച്ച് വെച്ചിട്ടില്ല, അതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് എടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ വിസ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യില്ലേ, അതേ പ്രോസസ്സ് തന്നെയാണ്. വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഇപ്പം ഞാൻ കൈ വെച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇത് ചെയ്യുന്നത് എയറേഷന് വേണ്ടിയിട്ടാണ്, അതിൽ എയർ നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം 5-6 മിനിറ്റെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞത് നല്ല ഇങ്ങനെ വീർത്ത് നിൽക്കണം. അതായത് മാവ് നല്ല ഇങ്ങനെ പൊന്തി വരുന്ന പോലെ തോന്നും, നന്നായിട്ട് എയർ കയറി. എന്നാൽ മാത്രമേ നല്ല ഗുണ്ടുമണി നല്ല സോഫ്റ്റായിട്ടുള്ള ജിലേബി കിട്ടുകയുള്ളൂ. അതിലേക്ക് നമ്മുടെ സിറപ്പൊക്കെ നന്നായിട്ട് കയറുകയുള്ളൂ. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ വിസ്ക് വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ചെറിയൊരു നുള്ളി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു സമയത്ത് ഈ ബാറ്ററിൽ കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് ടേബിൾ സ്പൂണോ ടീസ്പൂണോ
വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. തോന്നിയ പോലെ ഗ്ലാസ്സിലെടുത്ത് ഒഴിക്കരുത്. വെള്ളം കൂടിയാലും കുറഞ്ഞാലും ജിലേബി ഒരിക്കലും നന്നാവില്ല കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്. കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചു. അപ്പം മൊത്തം ഇപ്പോൾ ലാസ്റ്റ് ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, കുറച്ചായിട്ട് ചെയ്യണം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഐസ്ക്രീം ഒന്ന് മെൽട്ടായി വരുന്ന ഒരു പരുവാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഏകദേശം കേക്കിൻ്റെ ബാറ്റർ പോലെയൊക്കെ ആയിരിക്കും. ഇനി ഇതുപോലത്തെ കെച്ചപ്പ് ബോട്ടിൽ യൂസ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി എളുപ്പം പൈപ്പിംഗ് ബാഗ് എടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ വീട്ടിലുള്ള പാലിൻ്റെ കവറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കവർ എടുത്തിട്ട് കോണാക്കി പിടിച്ചിട്ട് അതിൽ മാവ് നിറച്ചിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ഹോൾ ആദ്യം കട്ട് ചെയ്യുക, അതിനുശേഷം മാത്രം കൂട്ടി വരിക. ഇനി അഥവാ വലിയ ഹോളായി പോയി എങ്കിൽ കുഴപ്പമില്ല, വേറൊരു കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ആ കവറിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ പതുക്കെ വരുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് നോസിൽ, കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ ചെറിയൊരു ഹോളുള്ള നോസിലാണ് ഇതിൻ്റെ അറ്റത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് ഉരുണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, സിമ്പിളായിട്ട് കവറിലിട്ട് കൊടുത്താൽ മതി. സാധാരണ ജിലേബി ഒരു തുണിയിലാണ് ചെയ്യുന്നത്. ചെറിയൊരു ഹോൾ ഉണ്ടാവും. ജാങ്കരി ചെയ്യുന്ന തുണിയുണ്ട്, നല്ല കട്ടിയുള്ള. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളൊരു തുണി എടുത്തിട്ട് ചെയ്താൽ ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ മാവ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് 1-2 ഏലക്കായ ഇട്ട് കൊടുക്കുക കേട്ടോ. ഏലക്കായ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മുടെ ആ സീഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ആ സീഡ്സ് ജിലേബിയുടെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും ഉള്ളിലൊക്കെ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത് വായിൽ വരുമ്പോൾ രസം ഉണ്ടാവില്ല. ഇനി എപ്പോഴും നമ്മൾ മധുരമുള്ളതിൽ ചെയ്യുന്നത് പോലെ മധുരമുള്ള എന്തെങ്കിലും നമ്മളൊരു നുള്ളി ഉപ്പിടാറുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഉപ്പ് അതുപോലെ തന്നെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഉപ്പ് നമുക്കൊരു 1/4 ടീസ്പൂണാണ് ഞാൻ ഏകദേശം ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ഇത് ഹോം മെയ്ഡ് നെയ്യാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് അത് ചേർക്കണമെന്നില്ല. കാരണം നെയ്യ് ഇപ്പോൾ ചേർക്കുന്നതുകൊണ്ട് ടേസ്റ്റിൽ നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ ആ ഒരു ജിലേബിയുടെ ആ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല, എപ്പോഴും നമ്മുടെ ജിലേബി നല്ല സോഫ്റ്റും ആയിരിക്കും, വെറ്റും ആയിരിക്കും. അപ്പോൾ അത് ചേർക്കണമെന്നില്ല. നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവും നെയ്യ് ചേർത്താൽ. അത് വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. ഇനി ഈ ഒരു പഞ്ചസാര പാനിയുടെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് പ്രധാനം. അതായത് ഒറ്റനൂൽ പരുവാവുന്നതിന് മുമ്പ് കയ്യിൽ വെച്ചിങ്ങനെ, അതായത് നമ്മൾ കുറച്ച് പാനി എടുത്തിട്ട് നമ്മുടെ 2 വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടും വേണം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു നൂൽപ്പരുവത്തിൻ്റെ ആ ഒരു തുടക്കം ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാകുമ്പോൾ നിർത്തണം. അതിനും കൂടുതലായിട്ട് തിളപ്പിക്കരുത്. കാരണം എത്രത്തോളം തിക്കാവുന്നു നമ്മുടെ സിറപ്പ്, അത്രത്തോളം ജിലേബിയുടെ ഉള്ളിലേക്ക് സിറപ്പ് കയറില്ല. ഇനി ചേർത്ത് കൊടുക്കുന്നത് റോസ് വൈറ്റ് എസൻസ് ആണ്. ഇത് നിർബന്ധമായിട്ട് ചേർക്കണം, എന്നാൽ മാത്രമേ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊരു 3/4 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നൂൽപ്പരുവത്തിന് ആ തുടക്കം എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കളർ ചേർക്കാൻ പോവുകയാണ്. നമ്മുടെ ഓറഞ്ച് കളറാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു ഡ്രോപ്പ് യെല്ലോവും ഒരു ഡ്രോപ്പ് റെഡും ചേർക്കുകയാണ്. അത് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കളറായി പോകും. എന്നിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് പാനിയിലേക്ക് 1 സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നിർബന്ധമില്ല, കാരണം പാനിൻ്റെ തിക്നെസ് കറക്റ്റ് ആണെങ്കിൽ എൻ്റെ ആവശ്യമില്ല. പക്ഷേ ചില സമയത്ത് പാനി കട്ടി കൂടി പോവുകയാണെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കണം 1 ടീസ്പൂൺ നാരങ്ങാനീര്, ക്രിസ്റ്റലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ പരന്നിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ് ജിലേബി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ ഷേപ്പൊന്നും ശരിയാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പാൻ എപ്പോഴും ഒരു മീഡിയം ഹീറ്റിൽ വെക്കുക. എന്നിട്ട് ഏകദേശം ഒന്ന് ചൂടായി തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ലോ ഹീറ്റിലേക്ക് ആക്കുക. ലോ ഹീറ്റിലേക്ക് ആക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നിട്ട് കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് വെക്കുക. അപ്പോൾ അത് താഴത്തുനിന്ന് മുകളിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ എണ്ണ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഷേപ്പൊന്നും കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ഷേപ്പ് വന്നു എന്നല്ല ഞാൻ പറയുന്നത്. ആദ്യമൊന്നും ഉണ്ടാക്കുമ്പോൾ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത ഷേപ്പിലേക്ക് എത്തിക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ ഒരു ഷേപ്പ് കിട്ടുന്നില്ല എങ്കിൽ ചുമ്മാ സ്പൈറൽ ഡിസൈൻ കൊടുത്താൽ മതി. അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതേപോലെ പതുക്കെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ചെയിൻ്റെ പോലെ ഇങ്ങനെ പൂ പോലെ കൊടുത്താൽ മതി.
ഇതിപ്പം ഫ്രൈ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ജിലേബീൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ കിട്ടും. നടുവിൽ ചെറിയൊരു ഹോള് വേണ്ടതാണ്. അത് വരുന്നില്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ ചെറിയൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ വകഞ്ഞു കൊടുത്താൽ മതി. അത് വകഞ്ഞ് മീൻസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ മാവൊന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ നടുവിൽ ചെറിയൊരു ഹോള് വരും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ജിലേബി ഉണ്ടാക്കാനായിട്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പക്ക ബേക്കറി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞൊക്കെ ചേർക്കും വേണം, പറഞ്ഞ അളവിൽ തന്നെ ചേർക്കാം. അപ്പോൾ ഒരു സൈഡ് 3-4 മിനിറ്റോളം നമുക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം 2 സൈഡും തിരിച്ച് മറിച്ചുവിട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഇനി കുറച്ചുകൂടി ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ടൈം കൂട്ടരുത്. ടൈം കൂട്ടിയാൽ ഉള്ളിലേക്ക് പഞ്ചസാരപ്പാനി കയറില്ല. പകരം അരിപ്പൊടിയുടെയും കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഒരു കാരണവശാലും ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉൾഭാഗത്ത് വേവില്ല, പുറം ഭാഗത്ത് കൂടുതലായിട്ട് മുരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പഞ്ചസാര പാനിയിലിടുമ്പോൾ അത് അകത്തോട്ട് കയറില്ല. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കിയ ജിലേബി നമ്മുടെ ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം. പഞ്ചസാര പാനിയുടെ ചൂട് ആറി തോന്നുകയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉടനെ തന്നെ ഓഫ് ചെയ്യുക. ഒരുപാടിട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പഞ്ചസാര പാനി കട്ടി കൂടും. കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിലേബിയുടെ ഉള്ളിലേക്ക് പാനി കയറില്ല. അപ്പോൾ ജിലേബി പാനിയിൽ ഇട്ടതിന് ശേഷം ഒരു സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. ഒരു 4 മിനിറ്റ് മാക്സിമം ഇട്ട് കൊടുക്കുക. അതിനപ്പുറം ഇട്ട് കൊടുക്കേണ്ട. ഒരുപാട് നേരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് സോഫ്റ്റായി പോകും ജിലേബി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ അത് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് അടുത്ത ജിലേബി ഉണ്ടാക്കാം. ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചങ്ങല പോലെ ഒരു ഡിസൈൻ കൊടുക്കുക. ആ ചങ്ങലയുടെ പകുതി അകത്തേക്കും പകുതി പുറത്തേക്കും ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ വിടർന്ന് പോകും. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് അത് അവസാനത്തെ ആ ഒരു വള്ളി ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക, അതിൻ്റെ വാല്. ഞാനിങ്ങനെ എല്ലാം പറഞ്ഞു പോകുന്നത് തെറ്റ് സംഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. പരമാവധി വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ലഡുവിൻ്റെയും മൈസൂർ പാക്കിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ, വീഡിയോസിൽ പോയാൽ കാണാവുന്നതാണ്. അപ്പോൾ ജിലേബി ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഉഴുന്ന് മാവിൻ്റെയും പഞ്ചസാര പാനിയുടെയും കൺസിസ്റ്റൻസി കറക്റ്റായാൽ മതി. അപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ വരും. പക്ഷേ സാരില്ല, രണ്ടാമത് കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഗുണ്ടുമണി ജിലേബി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗുണ്ടുമണി എന്ന് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ചില ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞ് ഉണങ്ങിയിട്ടുള്ള നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ജിലേബി കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ഒരു ടൈപ്പ് ജിലേബിയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.